ഇപ്പോൾ നാം സുവിശേഷ പ്രസംഗം ആണ് കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. അത് ഈ ഫ്രാൻസിസ് പാപ്പ പലവട്ടം ഈ ജനത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള, ജനത്തോടൊപ്പം ദിവ്യപൂജ സമർപ്പിച്ചിട്ടുള്ള ഒരു വേളയിൽ ഒരു സ്ഥലത്താണ് നാം ഇന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്ന സുവിശേഷകൻ പറഞ്ഞത്. La gioia del Vangelo è stata anche il titolo della sua prima esortazione Evangelii Gaudium. കേൾക്കുക എന്ന് പറയുന്നത് വളരെ വലിയ, മറ്റ് മനുഷ്യരെ കേൾക്കുക എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ വളരെ വലിയ ഒരു ലക്ഷണമായിട്ട് ഇവിടെ ഈ പ്രസംഗിക്കുന്ന കർദിനാള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു മനുഷ്യരെ കേൾക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിനഡാത്മക സഭയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പായുടെ സങ്കല്പം. സിനഡാത്മക സഭയെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമാണ് 2021 തുടങ്ങി 2024 അവസാനിച്ച മെത്രാന്മാരുടെ 16ാമത് സാധാരണ സിനഡിൻ്റെ വിഷയം തന്നെ സിനഡാത്മക സഭ, സിനഡ് ഓൺ സിനഡാലിറ്റി എന്നുള്ളതായിരുന്നു. സിനഡാത്മക സഭ എന്നുള്ളത് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കേൾക്കുക എന്നുള്ള ഒരു പ്രത്യേകതയായിട്ട് ഫ്രാൻസിസ് പാപ്പ ഇവിടെ പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞ സൂചനയിൽ പറയുന്നുണ്ടല്ലോ, ഫ്രാൻസിസ് പാപ്പ മാധ്യമപ്രവർത്തകരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ ഇടയിലേക്ക് വരാനായിട്ട് ശ്രമിച്ച് നിങ്ങളിൽ ഒരാളാണ് ഞാൻ എന്ന് ഇവിടെ പറയുകയുണ്ടായല്ലോ. അതുപോലെ തന്നെ ദരിദ്രരോട്, അരികവൽക്കരിക്കപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, പ്രാന്തസ്ഥിതരായ മനുഷ്യരോടുള്ള ഐക്യം, അവരോടുള്ള സഹതാപം, അവരോടുള്ള കരുണ, അവരോടുള്ള കരുതൽ ഈ ഫ്രാൻസിസ് പാപ്പായുടെ വളരെ വലിയ ലക്ഷണം ആയിരുന്നു. ഇപ്രകാരം പറയുന്നുണ്ട്. കോൺക്ലേവിൽ മാർച്ച് 13, 2013 അന്ന് കോൺക്ലേവിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത വേളയിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്ന ബ്രസീലിയൻ കർദിനാൾ അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്രകാരം: റിമെമ്പർ ദ പൂവർ, ദരിദ്രരെ ഓർക്കുക എന്ന്. അത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യമാണ് അദ്ദേഹത്തിന്റെ ചെവികളിൽ ഓതിക്കൊടുത്തത്. അത് ഈ നാളുകളിൽ 12 വർഷവും അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരു സന്ദേശമായിട്ട്, വലിയൊരു പ്രവൃത്തിയുടെ മൂല്യമായിട്ട്, ഒരു ദിശാബോധം സൃഷ്ടിച്ച ഒന്നായിട്ട് കരുതിയിട്ടുണ്ടെന്ന് പറയാനായി സാധിക്കും. ഗലാത്യക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് റിമെമ്പർ ദ പൂവർ, പൗലോസ് അപ്പോസ്തലൻ സഭയിൽ ആദ്യമായിട്ട് തുടങ്ങി വെച്ച മനുഷ്യർ, പാവങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം എന്നുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. പാവങ്ങളെന്ന് പറയുമ്പോൾ കേവലം സാമ്പത്തികമായിട്ട് പാവങ്ങൾ മാത്രമല്ല, അതേസമയം മാനുഷികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ പാവങ്ങളായിട്ടുള്ള മനുഷ്യർ. ഭിന്ന ലിംഗ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ വേറൊരർത്ഥത്തിൽ ജൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് വ്യത്യസ്തതകൾ ഉള്ളവരാണ്. സഭയുടെ പഠനങ്ങളിൽ കാര്യമായിട്ടുള്ള അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നോ ഫ്രാൻസിസ് പാപ്പ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാക്കിയെന്നോ പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു അജപാലന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ആയിത്തീരണമെന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച ഇറഗുലർ സിറ്റുവേഷൻസിലായിരിക്കുന്നവർക്ക് ഒരു ആശീർവാദം, ബ്ലെസ്സിങ് കൊടുക്കാം എന്ന് പറഞ്ഞു. അത് വളരെ വലിയ കോലാഹലം സഭയിൽ ഉണ്ടാക്കിയത് ആണ്. വിവാഹത്തിൽ ഇറഗുലർ സാഹചര്യങ്ങളിലായിരിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും സഭയുടെ യഥാർത്ഥ പഠനത്തിലേക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ, അവരെ കണ്ടം ചെയ്ത് അവരെ അപലപിച്ച് അല്ലെങ്കിൽ അവരെ പുറത്തു നിർത്തുന്ന രീതി ആയിരിക്കില്ല, സമീപനമായിരിക്കില്ല സഭയ്ക്കുണ്ടാകേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും നേർവഴിക്ക് നടത്താനായിട്ട് സഹതാപപൂർവ്വം അവരോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വന്നത്. ആ രീതിയിൽ ഇതിനെ കാണുമ്പോൾ അജപാലനപരമായ ഒരു സമീപനം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ വിശ്വാസ സത്യപരമായിട്ട് അല്ലെങ്കിൽ ഡോക്ട്രൈനലായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ചിന്ത ഇവിടെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. സിനഡൽ ചേർച്ച് എന്ന് പറഞ്ഞത്, സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും കേൾക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയും കേൾക്കുക എന്നാണ്. അമോറിസ് ലെത്തീത്സ്യ എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സിനഡനന്തര അപ്പസ്തോലിക
ആഹ്വാനമുണ്ട്. സിനഡിന്റെ അപ്പസ്തോലിക ആഹ്വാനത്തിൽ 351 ഫുട് നോട്ട് അടിക്കുറിപ്പ് പ്രശ്നപൂരിതമാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന്റെ എല്ലാം ഉള്ളത് പഠനങ്ങളിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ പിന്നോക്കം പോവുകയല്ല, തീർച്ചയായും പിന്നാക്കം ഡോക്ടർ പോവുകയല്ല. ജേക്കബ് പ്രസാദ് വിവരിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ എത്രത്തോളം ലാളിത്യമാണ് താൻ പുലർത്തിയ ആ ഒരു ലാളിത്യം തന്റെ അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ വിശ്വാസ സമൂഹമൊക്കെ തന്നെ വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണിക്കൂറുകൾ കാത്തുകെട്ടി അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ആ വലിയ വഴിത്താരകളിലൊക്കെ തന്നെ താമസിച്ചുകൊണ്ട് ഒക്കെ തന്നെയാണ് അവർ കാത്തുനിന്നത്. ഇപ്പോഴും അന്ത്യ ശുശ്രൂഷയിലും എത്രത്തോളം ലളിതകരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, ആ ലാളിത്യം തന്നെ ആ ചടങ്ങുകളെ വീർത്തതാക്കും. അല്ല, ഏറ്റവും സവിശേഷമായതാണ് നേരത്തെ ശ്രീമതി ജോളി നമ്മളോട് സൂചിപ്പിച്ചതുപോലെ അവസാന യാത്രയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് അദ്ദേഹം എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ ഒരു കൈസ്പർശം, ഹൃദയസ്പർശം ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് മനുഷ്യർ, അതായത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചു വരുന്ന കുറേയേറെ മനുഷ്യർ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെളുത്ത റോസാ പുഷ്പങ്ങളുമായി അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാൻ കാത്തു നിൽക്കുന്നതെന്നാണ്. അങ്ങനെ ഈ കഴിഞ്ഞ കാലം അത്രയും അദ്ദേഹം ലോകത്തെ ഒരുപക്ഷെ വത്തിക്കാൻ സിറ്റിക്ക് അപ്പുറത്തേക്ക്, യൂറോപ്പിനപ്പുറത്തേക്ക്, ലോകമാകമാനം, അത് ക്രൈസ്തവ സമൂഹം എന്നതിനപ്പുറത്തേക്ക് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളെയും പോപ്പാണ്, മാർപ്പാപ്പയാണ്. അപ്പോൾ നേരത്തെ മുൻപൊക്കെ ഉള്ള ഓരോരുത്തരും അവരുടേതായ ദൈവശാസ്ത്രങ്ങൾക്ക് ഒപ്പം അതിൽ അടിയുറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നിന്നവര് തന്നെയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എല്ലാ തരത്തിലും ഒരുപക്ഷെ അവഗണന അങ്ങേയറ്റം നേരിട്ട ആളുകളെ പോലും ജയിലുകളിലൊക്കെ തന്നെ സന്ദർശിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ശിക്ഷ കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന പോലും അവരെ ഒരു ജീവിതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പല രാജ്യങ്ങളിലും സന്ദർശിക്കണമെന്ന മോഹം അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ അവസ്ഥയിൽ പോലും ഉണ്ടായിരുന്നു. പക്ഷെ സാധ്യമായ സമയങ്ങളിലൊക്കെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം എത്തുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയിലേക്കും എത്താനുള്ള ഒരു നമ്മളൊക്കെ തന്നെ ആഗ്രഹിച്ച ഒരു വലിയ ഒരു വ്യക്തിത്വമായിരുന്നു, മഹാപുരുഷനായിരുന്നു. അങ്ങനെ വിട പറയുമ്പോൾ എല്ലാ ലാളിത്യവും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത് അസാധാരണമായ ഒരു സാഹചര്യം ഈ ചടങ്ങുകളിലും ഈ ശുശ്രൂഷകളിലും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അഭയാർത്ഥി പ്രവാഹവും ഒക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോഴും യൂറോപ്പിൽ അത് പലവിധ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒക്കെ കാരണമാകുമ്പോഴും അഭയാർത്ഥികളുടെ മുന്നിൽ വാതിലടക്കരുത് എന്ന് പറയാൻ എപ്പോഴും മുന്നോട്ട് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകൃതിയെ എത്രത്തോളം നമ്മൾ ചേർത്ത് നിൽക്കണം, പ്രകൃതിയാണ് സർവ്വതിന്റെയും അടിസ്ഥാനം എന്ന ഓർമ്മപ്പെടുത്തൽ എപ്പോഴും വിശ്വാസികൾക്ക് നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും തന്റെ കൈസ്പർശം അറിയിക്കുകയും അത് മനുഷ്യജീവന് തെളിമയുള്ളതായി ഇരിക്കാൻ അല്ലെങ്കിൽ വെളിച്ചം പകരുവാൻ വേണ്ടി എന്തൊക്കെയാണ് തന്നാൽ കഴിയാവുന്നത് അതെല്ലാം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് ദൈവ സമക്ഷം പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 1.5 മണിക്കൂർ കൂടി നീണ്ടുപോകും. അങ്ങനെ പ്രധാനപ്പെട്ട കാഴ്ചകളും അവിടുത്തെ ഈ ദൈവശാസ്ത്ര പ്രകാരം വിശ്വാസ പ്രമാണത്തിന്റെ അർപ്പിച്ചുകൊണ്ടുള്ള തിരുകർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്.